ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും ആയിരുന്ന AG നൂറനി ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച 93-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ മതനിരപേക്ഷതയെക്കുറിച്ചും ഏറ്റവും ആഴത്തിൽ പഠിച്ച് നിരവധി രചനകൾ നടത്തുകയും സാമൂഹ്യ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് അകാലികമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. 93-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. പക്ഷേ ഇന്ത്യക്ക് AG നൂറനിയെ പോലെയുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം നമ്മോട് എല്ലാവരോടും വിട പറഞ്ഞിരിക്കുന്നത്. വളരെ സാർത്ഥകമായ ഒരു ജീവിതത്തിന് ശേഷം അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. ഈ പോഡ്കാസ്റ്റ് AG നൂറനിക്കുള്ള ആദരമാണ്. പൊതുജീവിതത്തിൽ ധൈഷണികമായ സത്യസന്ധത പുലർത്തുന്ന ബുദ്ധിജീവികളുടെ പ്രസക്തി ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് അനുപമമായ സത്യസന്ധത ധൈഷണിക ജീവിതത്തിൽ ഉടനീളം ധൈര്യപൂർവം പുലർത്തിയിരുന്ന AG നൂറനി അന്തരിച്ചത്. 1980-കളിൽ ദ ഫ്രണ്ട് ലൈൻ മാഗസിൻ തുടങ്ങിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിനെ കുറിച്ച് അദ്ദേഹം എഴുതി വന്നിരുന്ന ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം നിരന്തരം എഴുതിയിരുന്ന പംക്തികൾ വായിച്ചിട്ടാണ് ഞാൻ AG നൂറനിയുടെ രചനാ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്, അത് വായിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം എഴുതിയ നിരവധി പുസ്തകങ്ങൾ വായിക്കുവാൻ ഇടയായി. ഡൽഹിയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഡൽഹിയിൽ എവിടെ പ്രസംഗിക്കുവാൻ വന്നാലും അവിടെ ആ പ്രസംഗങ്ങൾ കേൾക്കുവാൻ പോകുന്ന രീതിയും എനിക്കുണ്ടായിരുന്നു. ഞാൻ വളരെ വിലമതിക്കുന്ന ഒരു വലിയ ബുദ്ധിജീവിയാണ് ഇന്ത്യയുടെ പൊതുജീവിതത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിലെയും ബോംബെ ഹൈക്കോടതിയിലെയും മുതിർന്ന അഭിഭാഷകനായിരുന്നു AG നൂറനി. പക്ഷേ കോടതിക്ക് പുറത്ത് വലിയ ഭരണഘടനാപരമായ നിയമപരമായ വലിയ ഇടപെടലുകൾ കോടതിക്ക് പുറത്ത് നടത്തിയ ആൾ എന്ന രീതിയിലും വലിയ ഗ്രന്ഥകാരൻ എന്ന രീതിയിലുമൊക്കെ ആയിരിക്കും AG നൂറനി അറിയപ്പെടാൻ പോകുന്നതും ഓർമ്മിക്കപ്പെടാൻ പോകുന്നതും. 1930-ൽ ബോംബെയിലായിരുന്നു അബ്ദുൽ ഗഫൂർ നൂറനി എന്ന AG നൂറനി ജനിച്ചത്. 1930 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ ആണ് AG നൂറനി ജനിക്കുന്നത്. പക്ഷേ AG നൂറനിയുടെ കൗമാര യൗവനങ്ങൾ എന്ന് പറയുന്നത് ആ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പീക്കിലായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം ഒരു അഗ്നിയായി, ഒരു വികാരമായി ഈ ഉപഭൂഖണ്ഡത്തിൽ മുഴുവൻ പടർന്നിരിക്കുന്ന സമയത്ത് പശ്ചിമ ഇന്ത്യയിൽ ബോംബെയിൽ കൗമാര യൗവനങ്ങൾ ജീവിച്ച AG നൂറനി തൻ്റെ ജീവിതത്തിലുടനീളം ആ അഗ്നി കെടാതെ സൂക്ഷിച്ചു എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സാമൂഹ്യ ഇടപെടലുകൾ വരെ, അദ്ദേഹത്തിൻ്റെ അവസാനകാല രചനകൾ വരെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ മൂല്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഇടപെടലുകളായിരുന്നു AG നൂറനി നിർവഹിച്ചു പോന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഏറ്റവും കൂടുതൽ വാക്വം ഉണ്ടാക്കിയിരിക്കുന്നത്, ശൂന്യത ഉണ്ടാക്കിയിരിക്കുന്ന 2-3 മേഖലകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹമായ അറിവും പാണ്ഡിത്യവും ഇനി നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. 2, ഏറ്റവും ആഴത്തിൽ കാശ്മീർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പഠിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകവും അതുതന്നെയാണ് ദ കാശ്മീർ ഡിസ്പ്യൂട്ട്. കാശ്മീരിൻ്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും കാശ്മീർ ജനതയുടെ സാമൂഹ്യ പശ്ചാത്തലവും എല്ലാം ആഴത്തിൽ മനസ്സിലാക്കി കാശ്മീർ പ്രശ്നത്തെ
മനസ്സിലാക്കിയിരുന്ന അദ്ദേഹത്തിനും ഷെയ്ഖ് അബ്ദുള്ളയുമായി ഉണ്ടായിരുന്ന ബന്ധം, ഫറൂഖ് അബ്ദുള്ളയുമായിട്ടുണ്ടായിരുന്ന ബന്ധം, കാശ്മീരിലെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ കാശ്മീർ ജനതയോട് എ ജി നൂറനിക്ക് ഉണ്ടായിരുന്ന ബന്ധവും ഈ ബന്ധത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ബലത്തിൽ നിന്നുകൊണ്ട് കാശ്മീരിനെ മനസ്സിലാക്കിയിരുന്ന ഒരാൾ വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വാക്വം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവന എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന പഠനങ്ങളും അദ്ദേഹം എഴുതിപ്പോന്നിരുന്ന രചനകളുമൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രണ്ട് ലൈനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള പേരിൽ അദ്ദേഹം എഴുതിയിരുന്ന പങ്ക്തിയുടെ പ്രത്യേകതയെക്കുറിച്ച്. അതുപോലെ തന്നെ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ EPWയിൽ നിരന്തരമായി ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം, മതനിരപേക്ഷതയുടെ പ്രശ്നം, നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിൻ്റെ പ്രശ്നം, ഭരണഘടനാപരമായ പ്രശ്നം, അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം എ ജി നൂറനിയെ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ഈ സമയത്ത് അദ്ദേഹത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ദലൈ ലാമ ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് വരികയും ധർമ്മശാലയിൽ താമസമാക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് എ ജി നൂറനി വാസ് വെരി യങ്. അദ്ദേഹം യൗവനത്തിലായിരുന്നു, അദ്ദേഹം അഡ്വക്കേറ്റായിരുന്നു. അപ്പോൾ ദലൈ ലാമയ്ക്ക് ലീഗൽ അഡ്വൈസ് കൊടുക്കുവാൻ വേണ്ടി സ്വമേധയാ ധർമ്മശാലയിൽ പോവുകയും ദലൈ ലാമയുടെ കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്ത് ദലൈ ലാമയോട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു എ ജി നൂറനി. നൂറനിയുടെ അമ്മ ധർമ്മശാലയിൽ ചെന്നിട്ട് ധർമ്മശാലയിൽ അതിശൈത്യത്തിൽ ഈ യുവാവ് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ദലൈ ലാമയുടെ അടുത്തു നിന്നും എ ജി നൂറനിയെ അമ്മ തിരിച്ച് ബോംബെയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. യൗവനകാലത്ത് തന്നെ അതുപോലെ ടിബറ്റ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിൽ യൗവനകാലത്തിൽ എല്ലാം മറന്ന് വലിയ കമ്മിറ്റ്മെൻറ്റോടുകൂടി ദലൈ ലാമയുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് ക്ഷണമൊന്നുമില്ലാതെ തന്നെ നിയമോപദേശം നൽകുവാൻ വേണ്ടി പോയ ഒരു എ ജി നൂറനിയെ ഓർക്കാതെ അദ്ദേഹം അതിനുശേഷം നടത്തിയ ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അതിനുശേഷം നടത്തിയ ഇടപെടലുകളെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യകാലം മുതലുണ്ടായിരുന്ന, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ഈ ചരമോപചാരത്തിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അസാധാരണമായ ധൈഷണിക സത്യസന്ധത പുലർത്തിയിരുന്ന ഒരാളാണ് വിട പറഞ്ഞിരിക്കുന്നത് എന്ന്. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എ ജി നൂറനി ജയിലിലടയ്ക്കപ്പെട്ടിരുന്നു. അദ്ദേഹം യർവാദ ജയിലിലായിരുന്നു കിടന്നിരുന്നത്. നിരന്തരമായി എല്ലാ തരത്തിലുള്ള പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെയും വളരെ ചെറുപ്പത്തിൽ തന്നെ ഇടപെട്ടു പോന്നിരുന്ന എ ജി നൂറനിയാണ് അയോധ്യ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം വന്നപ്പോൾ ഇടപെടുന്നത്, കാശ്മീർ ഇഷ്യൂ വരുമ്പോൾ ഇടപെടുന്നത്, അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം അദ്ദേഹം നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും വലിച്ചെടുത്തിട്ടുണ്ടായ ഒരു ധൈഷണിക ജീവിതമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടാക്കുന്ന ശൂന്യതയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഒരു തലമുറയുടെ അവസാനമാണ് ഇതൊക്കെ. ഇന്ത്യ ഇപ്പോൾ വേറൊരു രാജ്യമാണ്. ഈ രാജ്യത്തിൽ എ ജി നൂറനിയെ പോലെയുള്ള ആളുകൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സന്ദേശവും അദ്ദേഹത്തിൻ്റെ ധൈഷണികമായ സത്യസന്ധതയുമെല്ലാം നാം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതുപോലെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഇന്ത്യയുടെ ഭാവി വഴികൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചാണ്. എൻ്റെ മനസ്സിൽ വന്ന പുസ്തകങ്ങൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ദ ട്രയൽ ഓഫ് ഭഗത് സിംഗ് എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. ഭഗത് സിംഗിൻ്റെ വിചാരണയെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു പുസ്തകമാണ്. പിന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുന്നത് 2002 പുറത്തിറങ്ങിയ സിറ്റിസൺസ് റൈറ്റ്സ്, ജഡ്ജസ് ആൻഡ് സ്റ്റേറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന പുസ്തകം, 2013 ദ കാശ്മീർ ഡിസ്പ്യൂട്ട് 1947-2012
എന്ന പുസ്തകം, പിന്നെ 2013 തന്നെ സർദാർ പട്ടേലിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം, 2019 അദ്ദേഹം RSSനെ കുറിച്ച് എഴുതിയ RSS എ മെനസ് ടു ഇന്ത്യ എന്ന പുസ്തകം, 1973 മിനിസ്റ്റേഴ്സ് മിസ്കണ്ടക്റ്റ് എന്ന പുസ്തകം, പിന്നെ 2000 ദി RSS ആൻഡ് ദ BJP എ ഡിവിഷൻ ഓഫ് ലേബർ എന്ന പുസ്തകം, 2002 എഴുതിയ ഇസ്ലാം ആൻഡ് ജിഹാദ് എന്ന പുസ്തകം, 2002 തന്നെ എഴുതിയ സവർക്കർ ആൻഡ് ഹിന്ദുത്വ എന്ന പുസ്തകം, പിന്നെ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഹൈദരാബാദ് എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ദി ഡിസ്ട്രക്ഷൻ ഓഫ് ഹൈദരാബാദ് എന്ന പുസ്തകം. ഈ പുസ്തകങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന പുസ്തകങ്ങൾ. ഇതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ദ ഫ്രണ്ട് ലൈൻ മാഗസീനിലും EPWയിലും ഒക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന സുദീർഘമായ ലേഖനങ്ങളും ഈ സമയത്ത് നാം ആദരപൂർവ്വം ഓർക്കേണ്ടതാണ്. ഞാൻ അവസാനമായിട്ട് അദ്ദേഹം പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. 1857 ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, 1947 ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ വരികയായിരുന്നു. 1857 അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് 1857 1947 ഇന്ത്യൻ മുസ്ലിം അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ മോശം അവസ്ഥയിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഇന്നത്തെ കാലം എന്ന് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. 1947 കുറിച്ച് പറയുമ്പോൾ വൈകാരികമായി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അന്ന് നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അന്ന് നമുക്ക് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു, അന്ന് നമുക്ക് മൗലാന ആസാദ് ഉണ്ടായിരുന്നു, അന്ന് നമുക്ക് സർദാർ പട്ടേൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നീണ്ട ഒരു പട്ടിക, അന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ആത്മധൈര്യം കൊടുത്തിരുന്ന നിരവധി ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ആരാണ് നമുക്കുള്ളത്? ക്രെഡിബിലിറ്റിയുള്ള, വിശ്വാസ്യതയുള്ള ഏത് നേതാവാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുവാൻ ഉള്ളത് എന്നൊരു ചോദ്യം ചോദിച്ച ഒരു മീറ്റിങ്ങിലാണ് ഞാൻ അവസാനമായി AG നൂറണിയെ കണ്ടത്. അദ്ദേഹത്തിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 93-ാമത്തെ വയസ്സിൽ ഒരാൾ നമ്മെ വിട്ടുപോകുമ്പോൾ അത് ഒരു അകാലികമായ ഒരു നിര്യാണമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സാർത്ഥകമായ ജീവിതം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ അതുണ്ടാക്കുന്ന വിടവ് എന്ന് പറയുന്നത്, സാധാരണ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാഷാപ്രയോഗത്താൽ തേഞ്ഞുപോയ ഒന്നാണ് നികത്താനാവാത്ത വിടവ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ AG നൂറണിയുടെ നിര്യാണം ഉണ്ടാക്കുന്ന വിടവ് അക്ഷരാർത്ഥത്തിൽ തന്നെ നികത്താനാവാത്തതാണ്. ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ രചനകളെയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെയും ഇനിയുള്ള കാലങ്ങളിൽ വായിക്കേണ്ടതും ഓർത്തെടുക്കേണ്ടതും. ദില്ലി ദാലിയുടെ ഈ ആദര പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, S. ഗോപാലകൃഷ്ണൻ.